എല്ലാ കൂട്ടുകാർക്കും ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ദാൽ ഫ്രൈ, വടക്കേ ഇന്ത്യക്കാരുടെ പരിപ്പ് കറി. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ. ആദ്യം തന്നെ 1 കപ്പ് പരിപ്പെടുക്കാം. ഏത് തരത്തിലുള്ള പരിപ്പും ഇതിലേക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പരിപ്പ് നന്നായി കഴുകിയെടുത്ത ശേഷം ഒരു കുക്കറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. 5 പച്ചമുളക് പിളർന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ച് 1 വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. തക്കാളി, സവാള, വെളുത്തുള്ളി, മല്ലിയില ഇവയെല്ലാം ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഈ ചേരുവകളുടെ അളവ് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. കടുകെണ്ണ. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറുതായൊന്ന് വഴറ്റിയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് വെള്ളം നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പാൻ ഒരു മൂടി വെച്ച് അടച്ച ശേഷം അല്പസമയം തിളപ്പിക്കാം. പരിപ്പ് വെച്ച കുക്കർ സ്റ്റീം പോയ ശേഷം തുറന്നു നോക്കാം. ഇതുപോലെ വെന്ത് കിട്ടിയാൽ മതിയാകും. ഇനി നമുക്ക് വേവിച്ച പരിപ്പ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അവസാനമായി മല്ലിയില മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് സമയം കൂടി ഒരു ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ വളരെയധികം സ്വാദിഷ്ടമായ നോർത്ത് ഇന്ത്യൻ ദാൽ ഫ്രൈ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ പരിപ്പ് കറി തയ്യാർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.